സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോക്കകത്ത് പറയുന്നത്. ഇതിനു വേണ്ടി ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. അതിനുശേഷം ഗൂഗിൾ ക്ലാസ് റൂം എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തതിന് ശേഷം അത് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത പോലെ അതിനകത്തുള്ള കാണുന്ന പോലത്തെ ഒരു ഐക്കണായിരിക്കും കാണാൻ സാധിക്കുക. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേജിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരു ഇമെയിൽ ഐ ഡി ആവശ്യപ്പെടും. ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പേരിലുള്ള ഇമെയിൽ ഐ ഡി തന്നെ ആയിരിക്കണം. അത് പ്രത്യേകം പറയാൻ കാരണം, നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണോ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ജോയിൻ ചെയ്യുന്നത് ആ ഇമെയിൽ ഐ ഡി പ്രകാരമുള്ള പേരായിരിക്കും അതിനകത്ത് കാണുക. ഇപ്പോൾ കുട്ടികളാകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പാരൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ബ്രദറിൻ്റെയോ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി പാരൻറ്റിൻ്റെയോ ബ്രദറിൻ്റെയൊക്കെ പേരിലുള്ളതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരായിരിക്കും ഗൂഗിൾ ക്ലാസ് റൂമിൽ കാണുക. അപ്പോൾ അത് കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പേരിലുള്ള മെയിൽ ഐ ഡി വെച്ചിട്ട് വേണം ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി സ്വന്തമായിട്ട് മെയിൽ ഐ ഡി ഇല്ലാത്തവർ ആദ്യം ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കി റെഡിയാവുകയാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ എന്തെങ്കിലും ആവശ്യത്തിന് ഈ ഫോണിനകത്ത് നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാച്ചാൽ താഴെ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ മെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് വരും. അവിടെ എല്ലാം നിങ്ങളത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പുതിയൊരു മെയിൽ ഐ ഡി സെറ്റ് ചെയ്യാം. പുതിയ മെയിൽ ഐ ഡി സെറ്റ് ചെയ്തിട്ട് പിന്നീട് ആ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ആപ്പിനകത്ത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നേരത്തെ എനിക്ക് കുറേ ഗൂഗിൾ ക്ലാസ് റൂം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഐറ്റംസ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ BBA, BCom, കോർപ്പറേറ്റ് റെഗുലേഷൻ, പ്രൊഫഷണൽ ബിസിനസ് സ്കില്ല്, ഇതൊക്കെ ഓരോരോ ഗൂഗിൾ ക്ലാസ് റൂമുകളാണ്. അതില്ലാച്ച അവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണുക. നിങ്ങൾ ഏതൊക്കെ ക്ലാസ് റൂമിലാണ് ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ പേരുകൾ മാത്രമേ ഇവിടെ വരുന്നുണ്ടാവുള്ളൂ. സ്വന്തം മെയിൽ ഐ ഡി വെച്ചിട്ട് വേണം ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി ആരെങ്കിലും പാരൻറ്റിൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ട് ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും അവർക്ക് അവരുടെ മെയിൽ ഐ ഡി മാറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനു വേണ്ടി മേലെ ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൻ്റെ അടുത്ത് പ്രൊഫൈൽ പിക്ക് കാണുന്നുണ്ടാവും. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ വരും. ഇവിടെ ആഡ് അനദർ അക്കൗണ്ട് താഴെ കാണാം. അതിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ഇമെയിൽ ഐ ഡിയോ പാസ്വേഡോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡി യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി വേറെ ഏതെങ്കിലും മെയിൽ ഐ ഡി ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് അവിടെ കാണുന്നുണ്ടാവും. അത് ടച്ച് ചെയ്തിട്ട് കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഞാൻ വേറെ മെയിൽ ഐ ഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ പ്രൊഫൈൽ പിക്ക് മാറിയത് കാണാം. അപ്പോൾ അതനുസരിച്ച് വേറെ കുറേ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങളുടെ ടീച്ചർ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവണം. ആ ലിങ്ക് വാട്സാപ്പിലോ മറ്റോ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി അല്ല, ഗൂഗിൾ ക്ലാസ് റൂം കോഡ് ചിലപ്പോൾ ഷെയർ ചെയ്തു എന്ന് വരാം. അതിന് താഴെ റൈറ്റ് കോർണറിൽ പ്ലസ് ബട്ടൺ കാണുന്നുണ്ടാവും. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ജോയിൻ ക്ലാസ് കാണാം. അതിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കോഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ബോക്സ് കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ് കോഡ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ എന്നുള്ള ബട്ടൺ ആക്റ്റീവ് ആവും. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാം. പുതിയൊരു ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. മൈ ക്ലാസ് പേരുള്ള ഗൂഗിൾ ക്ലാസ് റൂമിനകത്താണ്. ഇതിനകത്ത് നേരത്തെ കുറേ ഐറ്റംസ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ കാണുന്നത്. അസൈൻമെൻറ്റായിട്ട്, മെറ്റീരിയലായിട്ട്, ക്വസ്റ്റ്യനായിട്ടൊക്കെ നമുക്ക് ഐറ്റംസ് ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ക്ലാസ് വർക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻകം ടാക്സ്, സ്കോപ്പ് ഓഫ് ടോട്ടലിംഗ്, അങ്ങനെ 2 ടോപ്പിക്കിൽ അണ്ടറിൽ കുറേ കാര്യങ്ങളായിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ടീച്ചേഴ്സിന് എങ്ങനെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ടീച്ചേഴ്സ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ രീതിയിൽ അത് കാണാൻ സാധിക്കും. പിന്നെ സ്ട്രീമിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുക. അങ്ങനെ ടോപ്പിക് വൈസ് ആയിരിക്കില്ല എന്നേ ഉള്ളൂ. അപ്പം രണ്ടിടത്ത് ടച്ച് ചെയ്തിട്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ മെറ്റീരിയലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിതുപോലെ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ അത് കാണാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അല്ലാതെ തിരിച്ച് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന് റിപ്ലൈ ചെയ്യാനോ മറ്റും സാധിക്കില്ല. അതുപോലെ ക്വസ്റ്റ്യൻസ് ആണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാം. ഷോർട്ട് ആൻസർ ടൈപ്പോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മോഡലൊക്കെ ആവാം. ഏത് രീതിയിലാച്ചാൽ കുട്ടിക്ക് ആൻസർ ചെയ്യാം. അസൈൻമെൻ്റ് ആണെങ്കിൽ ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് വരിക. ഇതിനകത്ത് മേലെ ഡ്യൂ 26 നവംബർ എന്ന് കാണാം. അത് ടീച്ചർ ഡ്യൂ ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കാണും. താഴെ 100 പോയിൻറ്റ്സ് ഉണ്ട്. ടീച്ചർ എത്രയാണ് ഇതിന് പോയിൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് അവിടെ കാണുന്നത്.
ദെൻ താഴെ മിസ്സിംഗ് എന്ന് കാണാം. ഇത് ഡേറ്റ് സമയം കഴിഞ്ഞ ഒന്നായതുകൊണ്ടാണ് മിസ്സിംഗ് എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അവിടെ കാണിക്കില്ല. പിന്നെ ആഡ് ക്ലാസ് കമൻറ്റിനകത്ത് കമൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ക്ലാസ്സിൽ മൊത്തം കുട്ടികൾ കാണുന്ന രീതിയിൽ അവിടെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അസൈൻമെൻറ്റ് വർക്ക് നിങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോട്ടിലോ മറ്റോ എഴുതിയിട്ട് ഫോട്ടോ എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ നിങ്ങൾ യുവർ വർക്ക് എന്ന് കാണുന്നുണ്ടാവും, അതിൽ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാവുന്നതാണ്. അവിടെ ആഡ് അറ്റാച്ച്മെൻ്റ് എന്ന് കാണാം, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഡ്രൈവിൽ പോയിട്ടോ അല്ലെങ്കിൽ ലിങ്കിൽ പോയിട്ടോ അല്ലെങ്കിൽ ഫയലിൽ നിങ്ങൾ ഗാലറി ഫോട്ടോ എടുത്ത് വെച്ചാണെങ്കിൽ ഗാലറിയിലുണ്ടാവും, അതിൽ നിന്ന് എടുക്കണമെങ്കിൽ ഫയൽ ടച്ച് ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് പുതിയ ഫോട്ടോ എടുത്തിട്ട് ചെയ്യാം. പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാനതിനകത്ത് ഫയലിൽ ടച്ച് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഇമേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു IMG എന്നിട്ട് നേരത്തെ ഒന്ന് കാണുന്നുണ്ടാവും. നേരത്തെ ഒന്ന് അതിനകത്ത് എടുത്ത് വെച്ചത് കൊണ്ടാണ് അതങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ അതവിടെ കാണില്ല. ഇത്രയും കൊണ്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. ഇതിനകത്ത് ഹാൻഡിൻ എന്ന് കാണാം, അതിൽ ടച്ച് ചെയ്യുക, ഹാൻഡിൻ കൊടുക്കുക. അതിന് ശേഷം മാത്രമേ അതിൻ്റെ സബ്മിഷന് കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ താഴെ വർക്ക് സബ്മിറ്റഡ് എന്ന് കാണുന്നുണ്ടാവും. അതേസമയം മേലെ ഡൺ ലേറ്റ് എന്ന് കാണുന്നുണ്ടാവും. നമ്മൾ ലേറ്റായിട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. പ്രൈവറ്റ് കമൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം, ടീച്ചർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം. ഇതുപോലെ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. പീപ്പിൾ എന്നുള്ളതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറെ ആരൊക്കെയാണ്, ചിലപ്പോൾ ഒന്നിൽ കൂടി ടീച്ചേഴ്സ് ഇതിനകത്തുണ്ടാവും, ടീച്ചേഴ്സിനെ കാണാം. അതുപോലെ കുട്ടികൾ ആരൊക്കെയാണ്, സ്റ്റുഡൻസ് ക്ലാസ്മേറ്റ്സ് ഉള്ളെങ്കിൽ അതറിയാം. അതുപോലെ നിങ്ങളുടെ സൗകര്യം പോലെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.